എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ഓക്കെ. അപ്പോൾ നോമ്പ് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നോമ്പാശംസ. നോമ്പ് നോക്കുന്നവർക്ക് എല്ലാവർക്കും നോമ്പാശംസകൾ. തുടങ്ങാം. തുടങ്ങാം. എന്താണ് ഇന്ന് ഡീക്യു ആയിക്കോട്ടെ. ഇന്നലെ ഡീക്യു വന്നല്ലേ. ഇന്ന് ആർക്കാ വരുന്നത് നോക്കാം. ഓക്കെ. ടൈൽ, ഹെഡ്, ഫാസ്റ്റ് വൺ. റെഡി? ഇന്നും ഇല്ല. ടോസ് ഇല്ല അതിലെ. സാഹസം സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാഹസം സിനിമയിൽ റംസാൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഒഫീഷ്യൽ പോസ്റ്റർ മറ്റേ ഓഫീസർ കണ്ടപ്പോഴേ ബിബിനാണ് സിനിമയുടെ സംവിധായകൻ. ബിബിൻ കൃഷ്ണ അല്ലേ. ഓക്കെ. അടുത്തത് വിലായത്ത് ബുദ്ധ സിനിമയുടെ ഡാൻസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഡാൻസ് നമ്പർ. യെസ്, ഷെരീഫ് മാസ്റ്റർ ആണ് ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ഏതൊക്കെ സിനിമ എന്നറിയാമല്ലോ? പേട്ട, റെട്രോ, തെറി. അപ്പൊ സോങ് ആയിരിക്കും. അല്ല, ഇങ്ങനത്തെ ഒരു സിനിമയില് അത് എന്ത് പരിപാടിയാണാവല്ലേ? അത് ചിലപ്പം മറ്റേ ഇവര് ചന്ദ്രൻ മുറിക്കുന്ന ആ ഒരു ലെവലിലുള്ള വേറെ ടീമൊക്കെ ഉണ്ടാവേ. പുഷ്പയിൽ എന്തിനാ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, ഐറ്റം സോങ് ആണോ? അതാണ്. ഓക്കെ. അടുത്ത കിഴി. പ്രശാന്ത് നീൽ NTR മൂവി ഡ്രാഗൺ സിനിമയിൽ നമ്മുടെ ടൊവിനോ തോമസ് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ടൊവിനോ ഈ സിനിമയിൽ അടുത്ത ആഴ്ച പോയിട്ട് ജോയിൻ ചെയ്യും എന്നുള്ളത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിഗ് ന്യൂസ് കടന്ന് കളിക്കുന്നുണ്ട്. അതെ, ചില്ലറ പരിപാടിയാണോ? അടുത്തത് STR 49 സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. കാണാം. രാംകുമാർ ബാലകൃഷ്ണൻ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പാർക്കിങ്ങിന്റെ ഡയറക്ടർ. ഓക്കെ. അടുത്ത കിഴി. വെങ്കി അട്ലൂരി മാത്രമേ ഉള്ളൂ, ദുൽഖറില്ല. ഞാനും വിചാരിച്ചു വെങ്കി അട്ലൂരി എന്ന് പറഞ്ഞപ്പോഴേ ദുൽഖറിന് ചേർത്ത് വായിക്കുന്നു. അങ്ങനെയാണല്ലോ ശീലിച്ചിട്ടുള്ളത്. രണ്ടുപേരും ആണല്ലോ കോംബോ. അപ്പോൾ എന്തായാലും വെങ്കി അട്ലൂരി 8 മാസത്തിന് ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. എന്തിനാണെന്നറിയോ? സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. 4 സ്ക്രിപ്റ്റ് ആള് ഈ ഒരു കാലയളവിൽ എഴുതുന്നുള്ളതാണ് കേൾക്കുന്നത്. ഒന്ന് ഒരു കോപ്പ് സ്റ്റോറി, കോപ്പ് ഡ്രാമ, പിന്നെ ഒരു ബയോഗ്രാഫി ഉണ്ട്, പിന്നെ മറ്റൊന്ന് ഒരു കോമഡി റൊമാൻസ് ജോണറിലൊരു സാധനം, പിന്നെ മറ്റൊന്ന് ഏതായിരുന്നു? ലംഹെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടി. 4 വർഷത്തേക്കുള്ളതിന് വേണ്ടിയിട്ട് 8 മാസം. ശരിക്കും 8 മാസം കൊണ്ട് 4 സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാല്ലേ? ശരി, അല്ല ഇരുന്നാ കഴിയും. അതാണ്, അത്രയും അതിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അതായത് ഇന്നൊരു സ്ക്രിപ്റ്റ് ഇപ്പൊ 4 ഉള്ളിൽ വേണം. ഇന്ന സാധനം ഇന്നതാണെന്നുള്ളത് നമ്മളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇപ്പുറത്തെടുത്തിട്ട് അപ്പുറത്തിടാം. അയ്യോ, 4 ഒരുമിച്ച് ഒറ്റ സിനിമ. അയ്യോ, ഒറ്റ സിനിമേന്റെ കാര്യം പറയരുതേ. ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഞെട്ടിയതാ. എന്റെതാ 365 പേജ് ഒരു സിനിമ. അതായത് ഒരു ദിവസം കാണാനുള്ള സിനിമ ഉണ്ട് അല്ലേ? ഡ്യൂറേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം. സാധാരണ സിനിമന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വരുമ്പോ തന്നെ നമുക്ക് അത് കൂടുതലാ. അതെ, ഇതൊരു 8-9 മണിക്കൂറൊക്കെ ഉണ്ടാവും സിനിമ തുടങ്ങിയാൽ. ഓടിച്ചതാ ഞാൻ കണ്ട വഴി ഓടിച്ച, സത്യമായിട്ട് പറയുന്ന. അടുത്തത് റെട്രോ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നു. മാർച്ചിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 19 എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, മാർച്ച് 19. അടിപൊളി. അത് ആ ഐറ്റം സോങ് ആട്ടോ. നമ്മുടെ ശ്രീയാശരൻ്റെ കൂടെയുള്ളതാണോ ശ്രീയാശരൻ മാത്രമുള്ളതാണെന്ന് അറിഞ്ഞു. കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സിനിമയാണ്. മെയ് 1 സിനിമ റിലീസിനെത്തുന്നത്. റെട്രോ. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടീസറിന് വ്യൂസ് 24 മണിക്കൂർ കൊണ്ട് വന്നിരിക്കുന്നത് 31.1 മില്യൺ. അതായത് തമിഴ് ടീസറിന് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നു 24 മണിക്കൂറിൽ. ഇതിന് നേരെ താഴെ മാസ്റ്ററായിരുന്നു. അത് 19 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതെന്താണത്? 24 മണിക്കൂർ 31 മില്യൺ. അമ്മാതിരി ടീസറാണത്. അല്ല, അതും ശരിയാണ്. അതിനുള്ള മുതലുണ്ട്. അത് കട്ടിങ്സും. I am game
ഫസ്റ്റ് പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഐ ആം ഗെയിം സിനിമയുടെ ടൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ട്രെൻഡിങ് 1-ൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ട്വിറ്ററിലൊക്കെ. ഉറപ്പല്ലേ? ആളെന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ടേ പോവുള്ളൂ തമ്മില്. അല്ലേ, നമുക്ക് ചോദിക്കാനുള്ളതാണ്, അത് ദുൽഖർ സൽമാനെ തീരെ ഒരു വില കുറച്ച് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഒരു പ്രാധാന്യം കൊടുക്കാതെ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും സ്റ്റാർ ഇങ്ങനെ അതും ജസ്റ്റ് ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്യുമ്പോൾ 1-ാം സ്ഥാനത്തേക്ക് ട്രെൻഡിങ്ങിൽ വരാറുണ്ടോ? അത് ദുൽഖറിന്റെ പവറാണ്. അത് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്ന ഫാൻസ് അല്ല, അതാണ് പാൻ ഇന്ത്യൻ ഫാൻസ് ആണ്. പറയുമ്പോൾ അതിന്റെ ഐ ആം ഗെയിം എന്നുള്ളത് വമ്പൻ സംഭവം എന്നുള്ളതോ അല്ലെങ്കിൽ ആ പേര് കൊണ്ട് ഇപ്പൊ കിങ് ഓഫ് കൊത്തയുടെ ടൈറ്റിൽ വന്നപ്പോഴേ കിങ് ഓഫ് കൊത്ത എന്നൊക്കെ പറഞ്ഞ പേരായിരുന്നത്. അങ്ങനത്തെ ഒരു പേരല്ലത്. ഒരു ക്ലാസ് ഒരു കണ്ടന്റ് ഓറിയന്റഡ് മൂവി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ടൈറ്റിലാണ്. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഒരു പഞ്ചില്ല, ഇമ്പാക്റ്റ് ഇല്ല. പക്ഷെ എന്നിട്ട് പോലും ട്രെൻഡിൽ 1-ൽ വന്നുണ്ട്. അതാണ് ചില്ലറ കാര്യം. അതാണ് ദുൽഖർ. ഓക്കെ, കിഴി ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന സിനിമയുടെ ഒഫീഷ്യൽ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ നസ്ലൻ നായകനാവുന്ന സിനിമയാണ്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഏപ്രിൽ 10-നോ 11-നോ ഒക്കെ ആയിരിക്കും. അടുത്തത് പാരഡൈസ്. റോ സ്റ്റേറ്റ്മെന്റ്. അതായത് നാളെയാണ്, നാളെ 11/17 രാവിലെ എത്തും കേട്ടോ. നാനി നായകനാവുന്ന സിനിമയാണ്. ശ്രീകാന്ത് ഒടേലയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കാണാം നാളെ കാണാം. അടുത്ത സാധനം നാനി വീണ്ടും. ഓക്കെ, അടുത്ത കിഴി പറക്കും പാപ്പൻ. നമ്മുടെ ദിലീപ് നായകനാവുന്ന സിനിമയാണ്. ആളുടെ സൂപ്പർ ഹീറോ മൂവിയാണ് കേട്ടോ. സിനിമയുടെ സ്ക്രിപ്റ്റ് ലോക്കായിട്ടുണ്ട്. ഉടനടി സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. വിയാൻ വിഷ്ണുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റാഫിയാണ്. നല്ലതായ മതിയായിരുന്നു, എന്തായാലും നോക്കാം. ഒരു നാടൻ സൂപ്പർ ഹീറോ അതന്നെ. റാഫി നല്ല കോമഡിയൊക്കെ വരും. നന്നാവട്ടെ. അടുത്തത് കാന്ത സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇന്നലെ അല്ല മിനിഞ്ഞാന്നേ ഇയല്ലേ ചോദിച്ചത്. അപ്പൊ ഒരു കമന്റ് ഉണ്ടായിരുന്നേ, ഞാൻ കണ്ടടാ എൻ്റെ 2024 കാലിനെന്ന്. റഫ് കണ്ടടാ കാലങ്ങൾക്ക് ശേഷം അരികിലേക്ക് നീ തിരിച്ചെത്തിയിരിക്കല്ലടാ. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും കാണുന്ന എൻ്റെ കാലനെ. എന്താണെങ്കിലും കാന്ത സിനിമ മെയ്യിൽ നിന്ന് ജൂലൈയിലേക്ക് മാറ്റും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. കൺഫേം ആയിട്ടില്ല. എന്താണെങ്കിലും ഒഫീഷ്യലി വരട്ടെ. സെൽവമണി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഭാഗ്യശ്രീ ബോൾസ് ആണ് നായിക. പിന്നെ ആരായിരുന്നു ആളിയ? റാണ ദഗുപതി. ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ആളുടെ പേരായിരുന്നു ഓർത്തോണ്ട്. പ്രൊഡക്ഷനിലും ആളുണ്ട്. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഫസ്റ്റ് ഷോ, അതായത് ഫാൻ ഷോ എപ്പോഴായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യം തന്നെയാണ്, വേറെ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതെ, അതായത് തീരുമാനമാവും. ചിലയിടങ്ങളിലൊക്കെ 9 മണിക്കേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതൊക്കെ ഫേക്കാ. പിന്നെ അതായത് തിയേറ്റർ ഉടമകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് 5 മണി അല്ലെങ്കിൽ 6 മണി മോർണിംഗ്. ഇതാണ് അവര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം. ബാക്കി തീരുമാനിക്കേണ്ടത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, ലാലേട്ടൻ. അതെ, അവര് തീരുമാനിച്ചിട്ട് എന്തായാലും ഈ ആഴ്ച അത് ഒഫീഷ്യലായിട്ട് അറിയിക്കും. അതെ, അപ്പം ഒരു 12 മണിക്ക് വെക്ക്. അവരെന്തായാലും 4 മണി പറഞ്ഞല്ലേ, അല്ല 5 മണി 6 മണി പറഞ്ഞല്ലേ, കൊണ്ടുപോയി 12 മണിക്ക് വെക്ക്. അവർക്ക് ഉറക്കം ഉണ്ടാവില്ല, അതാണ് അവരുടെ പ്രശ്നം. കാരണം തലേദിവസമുള്ള സിനിമകളൊക്കെ ഓടുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഇതും കൂടി അങ്ങ് വന്ന് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും ഷോ വരുമ്പോ, ബ്രേക്ക് ഇല്ലല്ലോ. അടുത്തത് ഇതുകൂടി ദുൽഖറാണെങ്കിൽ 3 കണ്ണപ്പ. ഒരു സമാധാനം കിട്ടിയിരുന്നല്ലേ. കണ്ണപ്പ സിനിമയുടെ ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയില് ടീസറിൽ കയ്യടി നേടിയത് ഒരേ ഒരാളേ ഉള്ളൂ, പ്രഭാസിന്റെ ക്യാരക്ടർ. ബാക്കിയുള്ള എല്ലാവരും ഊക്കാണ് വാങ്ങിയിട്ടുള്ളത്, വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ലാലേട്ടന്റെ ലുക്ക്, ആൾക്ക് വെച്ചിരിക്കുന്ന ഷോട്ട് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ലാലേട്ടനെക്കാട്ടിലും വലിപ്പമുള്ള ഒരു കത്തിയും പിടിച്ചു ലാലേട്ടൻ. പിന്നെ അതായത് വെപ്പൺസ് എല്ലാം ഇതിൽ ടോയ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്, ഒറിജിനൽ വെപ്പൺ പോലെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കോസ്റ്റ്യൂം വളരെ മോശമാണ്, നമ്മൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞാണ്. പിന്നെ ചില ഡയലോഗ്സ്, പിന്നെ
ഇവരുടെ ഒക്കെ ലുക്ക് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ മിസ്കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാറിന്റെ ഒരു നോട്ടം ഉണ്ടല്ലോ, എന്താ ഈ നമ്മുടെ പാർവതി സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ നോക്കുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ പിന്നീട് ഇരുന്ന് കാണണം, ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഞാൻ കണ്ടു, ഞാൻ എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ആൾക്ക് എന്താ തൊണ്ടവേദന ഉണ്ട് തോന്നുന്നു. വിക്സ് ഒക്കെ വായിക്കും അല്ലേ ആളിങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് നോക്കുന്നു. എന്തോ ഒരു പ്രത്യേക നോട്ടമൊക്കെ. ഫസ്റ്റ് ടീസറിനെ ആയിരുന്നു അടിപൊളി. എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ടീസറിലൂടെ വന്നിട്ടുള്ളത്. അത് ഇതുവരെയുള്ള പ്രതീക്ഷകൾ പോലും താഴേക്കാണ്. അതെ, സിനിമ എന്താണെന്നുള്ളതൊക്കെ കണ്ടറിയണം. സിനിമയിൽ നമ്മൾ അല്ലെങ്കിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ലാലേട്ടന്റെ ക്യാരക്ടർ ട്രോള് വാങ്ങാതിരിക്കാൻ തോന്നുന്നു. ആ ഷോട്ടിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അതാണ്, അത് പ്രശ്നമാണ്. ഒരു ഭയങ്കര വിഷയം തന്നെയാണ് അങ്ങനെ ഷോട്ട് വെക്കുമ്പോഴേ. പിന്നെ കാശില്ലാതെ അഭിനയിച്ചല്ലേ എവിടെയെങ്കിലും കൊണ്ടുവച്ച് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടോ. പിന്നെ ഈ താടിയില്ലേ, താടി ഇങ്ങനെ സാധാരണ നിൽക്കുന്ന പോലെയല്ല, ഈ ഒരു ഷോട്ടിൽ കാണുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ തള്ളി എന്താവോ. കോസ്റ്റ്യൂമിന്റെ കാര്യത്തില് കിരാതേനെ കാണിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് എന്തോ ഒരു സാധനമാണെന്നുള്ള കോസ്റ്റ്യൂം. പിന്നെ അതിനെ ഒക്കെ വിട്ടുകൊടുത്തേക്കാണ്. നമുക്ക് സിനിമ റിലീസ് ആകുമ്പോൾ അറിയാൻ പറ്റും. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. ഇവനെ അവിടെ റീഡ് ഇരുത്തിയിട്ട് ബൈ.